نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الناس أوصيكم وإياي نفسي أولا بتقوى الله. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിന്റെ ആജ്ഞാനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുത്തഖിയായി മുവഹിദായി ജീവിതം മുന്നോട്ട് നയിക്കണേ എന്ന് ഏറെ ഗൗരവത്തോടുകൂടി എന്നെയും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മളിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഒരിക്കൽ പ്രവാചകന്റെ സന്നിധിയിലേക്ക് സ്വഹാബത്ത് രണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആദ്യത്തെ സ്ത്രീയുടെ പ്രത്യേകത പ്രവാചകനോട് അവർ പറഞ്ഞു, ഇന്ന ഫുലാൻ, ഒരു സ്ത്രീ, അവളുടെ പ്രത്യേകത തഖൂമുൽ ലൈൽ, അവൾ രാത്രി നിന്ന് നമസ്കരിക്കുന്ന സ്ത്രീയാണ്. വതസൂമുൻ നഹാർ, പകലുകളിൽ രാവന്തിയോളം നോമ്പനുഷ്ഠിക്കുന്ന ഒരു സ്ത്രീയാണ്. വതഫഅലു, അവൾ ധാരാളം നന്മകൾ ചെയ്യുന്ന സ്ത്രീയാണ്. വതതസദ്ദഖു, സദഖയും ചെയ്യുന്ന സ്ത്രീയാണ്. എന്നാൽ അവൾക്കൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്നാൽ അവളുടെ പ്രശ്നം, അവളുടെ നാവ് കൊണ്ട് അവളുടെ അയൽവാസിയെ പ്രയാസപ്പെടുത്തുന്ന ആളാണ് അവൾ. ആ സ്ത്രീയെ കുറിച്ച് പ്രവാചകരെ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യം അവർ പറഞ്ഞു വെച്ചത് അവരുടെ നന്മകളാണ്. അവർ രാത്രി നിന്ന് നമസ്കരിക്കുന്നു, തഖൂമുൽ ലൈൽ, രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നു. തസൂമുൻ നഹാർ, പകലിൽ നോമ്പനുഷ്ഠിക്കുന്നു, സുന്നത്ത് നോമ്പ് ധാരാളം അവർ അനുഷ്ഠിക്കുന്നു, നന്മകൾ ചെയ്യുന്നു, സ്വതക്കകൾ ചെയ്യുന്നു. പക്ഷെ പ്രവാചകരെ, അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അയൽക്കാരിയെ
മോശം പറയുന്ന, അവരുടെ നാവ് കൊണ്ട് ഉപദ്രവിക്കുന്ന ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി ലാ ഖൈറ ഫീഹാ, അവളിൽ ഒരു നന്മയുമില്ല എന്നതാണ്. ഹിയ മിൻ അഹ്ലിൻ നാർ, അവൾ നരകത്തിന്റെ അഹ്ലുകാരാണ്, അവൾ നരകത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുക്കുകയാണ്. പിന്നീട് മറ്റൊരു വ്യക്തിയെക്കുറിച്ച്, മറ്റൊരു സ്ത്രീയെക്കുറിച്ച് അവർ ചോദിക്കുന്നുണ്ട്. ഇന്ന ഫുലാനത്ത്, മറ്റൊരു സ്ത്രീയുടെ പ്രവാചകരെ യാ റസൂലല്ലാഹ്, അവരുടെ പ്രത്യേകത അവൾ തുസല്ലിൽ മക്തൂബ, അവൾ ഫർളായ നോമ്പുകൾ അനുഷ്ഠിക്കുന്നുണ്ട്. വതസൂമു റമളാൻ, റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വതതസദ്ദഖു ബി അസ്വാരി മിൻ നഖ്ത്, അവൾ വെണ്ണയിൽ നിന്ന്, ഒട്ടിയ വെണ്ണയിൽ നിന്ന്, ഗീയിൽ നിന്ന് അവൾ ഏതാനും ചില കഷ്ണങ്ങൾ മാത്രമാണ് സ്വതക്ക ചെയ്യുന്നത്. വളരെ ശുഷ്കിച്ച സ്വതക്കയാണ് അവൾ നിർവഹിക്കുന്നത്. എന്നാൽ അവൾ റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, കൃത്യമായി നിർബന്ധമാക്കപ്പെട്ട നമസ്കാരങ്ങൾ നിർവഹിക്കുന്നുണ്ട്. എന്നാൽ അവൾ വലാ തുഅ്ദി അഹദൻ ബിലിസാനിഹ, അവളുടെ നാവ് കൊണ്ട് അവൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, അവളുടെ അയൽക്കാരെ പ്രയാസപ്പെടുത്തുന്നില്ല, അവൾക്ക് വേണ്ടപ്പെട്ട കുടുംബക്കാരെ അവൾ പ്രയാസപ്പെടുത്തുന്നില്ല, നാവ് കൊണ്ട് ഏതെങ്കിലും നിലക്ക് മോശം സംസാരിക്കുന്നില്ല, ആരെയും തെറി വിളിക്കുന്നില്ല, അനാവശ്യം സംസാരിക്കുന്നവളല്ല അവൾ. അവളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഹിയ ഫിൽ ജന്ന, അവൾ സ്വർഗ്ഗത്തിലാണ് എന്നാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഏറെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ട രണ്ട് സഹോദരികളുടെ ഒരു ചരിത്രമാണ് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ആദ്യത്തെ സഹോദരി അല്ലാഹുവുമായി ബന്ധപ്പെട്ട ഇബാദത്തിന്റെ വിഷയങ്ങളിൽ ഏറെ മുന്നിൽ നടന്ന സ്ത്രീയാണ്. എന്നാൽ മനുഷ്യരുമായി നടത്തേണ്ട സഹവാസങ്ങളിൽ, അവരോട് നടത്തേണ്ട സംസാരങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട്, അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ലാ ഖൈറ ഫീഹാ, അങ്ങനെയുള്ള ആ ഒരു സ്ത്രീയിൽ, അതിനൊരു പുരുഷനാകട്ടെ, ആ പുരുഷനിൽ, നമ്മുടെ സംസാരങ്ങളിൽ മറ്റുള്ളവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എങ്കിൽ, അവരെ മോശം പറയുന്നുണ്ട് എങ്കിൽ നമ്മളിൽ നന്മയില്ല. എത്രമാത്രം നമ്മൾ നമസ്കരിച്ചാലും, നമ്മൾ എത്രമാത്രം സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചാലും, എത്രമാത്രം നമ്മൾ സ്വതക്കകൾ നൽകിയാലും പ്രവാചകൻ പറയുന്നത് നമ്മളിൽ നന്മയില്ല എന്നതാണ്. നമ്മൾ അഹ്ലുൻ നാർ, നരകത്തിന്റെ അഹ്ലുകാരായി മാറും. അല്ലാഹുവിനോട് നമ്മൾ നിർവഹിക്കേണ്ടുന്ന ഇബാദത്തുകളിൽ ഏതെങ്കിലും നിലയ്ക്ക് കൃത്യമായി നമ്മൾ മുന്നോട്ട് പോകുന്നതോടുകൂടി തന്നെ നമ്മുടെ സഹജീവികളോട് കൃത്യമായി പ്രയാസങ്ങൾ നൽകാതെ, ബുദ്ധിമുട്ടുകൾ നൽകാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ നമുക്ക് സ്വർഗമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു നൽകുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന് നൽകേണ്ട ഇബാദത്തുകൾ അത് നമ്മൾ നിർവഹിച്ചു പോരണം. അതോടൊപ്പം നമ്മൾ ജീവിക്കുന്ന നമ്മുടെ അയൽപക്കക്കാരോട്, നമ്മളോടൊപ്പം നിൽക്കുന്ന ആളുകളോട് വളരെ മാന്യമായി പെരുമാറുക എന്നുള്ളത് വിശ്വാസിയുടെ ബാധ്യതയാണ്. ഒരു സൽസ്വഭാവിയാവുക എന്നുള്ളത് വിശ്വാസിയുടെ മുഖമുദ്രയായിരിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുന്നതും അന്വേഷിക്കുന്നതും ഒരു വേള നമ്മൾ തന്നെ ചിന്തിക്കുന്നതും പലപ്പോഴും നമ്മുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് വരുമ്പോഴാണ്. പല ആളുകളും അവരുടെ വിവാഹം വരുമ്പോൾ ഒരു പ്രത്യേകം പള്ളിയിലേക്ക് ഒരു വരവുണ്ടാകും, അല്ലെങ്കിൽ ആളുകളുമായി പ്രത്യേകം നല്ല രീതിയിൽ വർത്തിക്കും. ആ വീട്ടിലെ ഗ്രഹനാഥൻ വലിയ പ്രശ്നങ്ങൾക്കൊന്നും പോകില്ല. അതെന്താണ്? പരസ്പരം ആളുകൾ അന്വേഷിക്കുമ്പോൾ എന്നെ കുറിച്ച് നല്ലത് പറയണമെന്ന ചിന്ത ആകെ വരുന്നത് പലപ്പോഴും ആ ഒരു നിമിഷത്തിലാണ് എന്നുള്ളതാണ്. അങ്ങനെ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ പല വിധത്തിലുള്ള അഭിപ്രായങ്ങളും ആളുകളെ കുറിച്ച് പറയും. അതിൽ പ്രശ്നമുള്ളൊരു വാക്കുണ്ട് അല്ലേ? ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ ആള്, ആ ചെറുക്കൻ പള്ളിയിലേക്കൊക്കെ വരാറുണ്ട്, നമസ്കരിക്കാറുണ്ട്, പക്ഷെ ആളുകളുമായി ഇടപെടുന്ന വിഷയത്തിൽ അത്ര നീച്ചല്ല, അത്ര കൃത്യതയില്ല. വീട്ടിൽ
ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഉമ്മയോട് ഉപ്പയോട് അത്ര നല്ല സംസാരമല്ല എന്നതാണ് എങ്കിൽ സഹോദരന്മാരെ, അതിൽ വലിയ വിഷയമുണ്ട്. നമ്മളിൽ നമസ്കാരമുണ്ട്, ദീനിയായ നിഷ്ഠയുണ്ട്. പക്ഷേ എവിടെയോ നമ്മുടെ സ്വഭാവങ്ങളിലേക്ക് അത് കടന്നു വരുന്നില്ല എങ്കിൽ നമ്മൾ അതൊരു ആത്മവിചിന്തനം നടത്തേണ്ട വിഷയമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പാരായണം ചെയ്യുന്ന ഖുർആനുകൾ നമ്മുടെ സ്വഭാവമായി മാറാത്തത്? നമ്മുടെ നമസ്കാരങ്ങൾ എന്തുകൊണ്ടാണ് തിന്മയിൽ നിന്ന് നമ്മളെ തടയാത്തത്? നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുൽ ഖുലുഖ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മുഅ്മിൻ എന്നുള്ളത്, വിശ്വാസിയുടെ വിശ്വാസം പൂർണ്ണമാകുന്നത് അവന്റെ സ്വഭാവം അത് നന്നാവുമ്പോഴാണ്. നമ്മളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് അത് കൃത്യമാക്കണം എന്നുള്ളത് ഇസ്ലാമിന്റെ കൽപ്പനയാണ്. ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമയായിരിക്കണം നമ്മൾ എന്നുള്ളത് ഇസ്ലാം നമ്മളോട് പഠിപ്പിച്ച് നൽകുന്ന ഒരു കാര്യമാണ്. സ്വഹാബത്തിന്റെ ചരിത്രം അങ്ങനെയായിരുന്നല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകാൻ ഒരുങ്ങാൻ. അപ്പോ ഖുറൈശികളിൽപ്പെട്ട അവരിൽപ്പെട്ട മക്കയിലുള്ള ഇബ്നു ദുഅന്ന അദ്ദേഹത്തെ തടഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്ന മിസ്ലക യാ അബൂബക്കർ ലാ യഖ്റുജു വലാ യുഖ്റജ്. ഓ അബൂബക്കർ, താങ്കളെ പോലെയുള്ള ആളുകൾ ഈ നാട്ടിൽ നിന്ന് പോകരുത്. നിങ്ങളെ പോലുള്ള ആളുകളെ ഇവിടെ നിന്ന് പുറത്താക്കുകയും അരുത്. കാരണം താങ്കൾ പാവങ്ങളെ സഹായിക്കുന്ന ആളാണ്, പാവങ്ങളുടെ പ്രശ്നങ്ങൾ താങ്കൾ ഏറ്റെടുക്കുന്ന ആളാണ്, താങ്കൾ നീതിക്ക് വേണ്ടി നിലനിൽക്കുന്ന ആളാണ്, താങ്കൾ കുടുംബബന്ധം ചേർക്കുകയും അതിഥികളെ സൽക്കരിക്കുകയും ചെയ്യുന്ന ആളാണ്, സൽസ്വഭാവത്തിന്റെ ഉടമയാണ് താങ്കൾ. താങ്കളെ പോലെയുള്ള ആളുകൾ ഈ നാട്ടിൽ നിന്ന് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു ദുഅന്ന ആ ഹിജ്റക്ക് വേണ്ടി പുറപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹത്തിന്റെ സ്വന്തം റിസ്കിൽ സംരക്ഷണത്തിൽ മക്കയിൽ നിർത്തിയ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഒരു വേള നമ്മളെ കുറിച്ച് എന്താണ് ആളുകൾക്ക് പറയാനുള്ളത് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? പല ആളുകൾക്കും നമ്മൾ മാർക്കിടാറുണ്ടല്ലോ. എന്നാൽ നമ്മുടെ സ്വഭാവത്തിന്റെ അവസ്ഥ എന്താണ് നമ്മൾ ആലോചിക്കേണ്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ മുഅ്മിനി അഫ്ളൽ, മുഅ്മിനുകളിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള ഏറ്റവും നന്മയുള്ള മനുഷ്യനാരാണ്, ഉത്കൃഷ്ടനായ മനുഷ്യരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുത്തല്ലോ, അഹ്സനുഹും ഖുലുഖ, സ്വഭാവം അത് നല്ലതായ മനുഷ്യന്റെ ആ ഒരു കാര്യത്തിലാണ് ഏറ്റവും നല്ല മുഅ്മിൻ എന്ന് പറയുന്നത് എന്നാണ്. എന്നാൽ ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ ആധുനിക ആഖ്യാനങ്ങൾ പലതാണ്, പല രീതിയിലുള്ള സംസാരങ്ങളാണ് ആളുകൾ നടത്താറുള്ളത്. ഏത് നിലക്ക് സമൂഹത്തെ നമ്മൾ ഗൗനിക്കേണ്ട ഒരു വിഷയമല്ല. അല്ലെങ്കിൽ ആളുകൾ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല, ഞാനതങ്ങനെ ചെയ്യും, എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതേ നിലക്ക് തന്നെ നിങ്ങൾ തുടരണം. നിങ്ങൾ ആളുകളെ ഒന്നും പരിഗണിക്കേണ്ട, അല്ലെങ്കിൽ ആളുകളുടെ എന്ത് വിചാരിക്കുമെന്നുള്ള നിലക്ക് നമ്മുടെ സ്വഭാവം മാറ്റേണ്ട വിഷയമൊന്നുമില്ല. നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ നിങ്ങൾ ആ നിലക്ക് പെരുമാറാം. ഈ നിലക്ക് നമ്മുടെ സ്വഭാവത്തിൽ ഏത് നിലക്കുള്ള ന്യൂനതകളും നിലനിർത്തി പോവാനുള്ള ഒരു രീതിയിലുള്ള സംസാരമാണ് സോഷ്യൽ മീഡിയകളിലൂടെ, റീൽസുകളിലൂടെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആളുകളും ആ രീതിയിൽ സമൂഹത്തിൽ നിലക്ക് ഇടപെടാൻ സാധിക്കുന്ന ആളുകളും ജനങ്ങളെ ബോധവാന്മാരാക്കി പോകുന്ന വിഷയം അത്തരത്തിലാണ്. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് മുസ്ലിമീങ്ങളോട്, മുഅ്മിനുകളോട് ഏറ്റവും നല്ല രീതിയിൽ സ്വഭാവം ഉണ്ടാകണമെന്നുള്ളതാണ്. അവർക്ക് അതുകൊണ്ട് ധാരാളം നന്മകൾ, നേട്ടങ്ങൾ നൽകാനുണ്ട്, നേടിയെടുക്കാനുണ്ട് എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നൽ ഹദിയസ് സ്വാലിഹ്, ഏറ്റവും നേരായ മാർഗത്തിൽ നടക്കുന്ന, നേർവഴിയിൽ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ, വസ്സംതസ് സ്വാലിഹ്, അവന്റെ പെരുമാറ്റം, ആളുകളോടുള്ള ഇടപെടൽ അത് സ്വാലിഹാണ്, വളരെ മനോഹരമാണ്, വളരെ നന്മയുള്ളതാണ്. വൽ ഇഖ്തിസാദ്, അവൻ കാര്യങ്ങളിൽ മിതത്വമുണ്ട്. അങ്ങനെ കാര്യങ്ങളിൽ മിതത്വമുള്ള 3 ഗുണങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നേർവഴിയിൽ സഞ്ചരിക്കുന്നു, ആളുകളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നു, അവന്റെ കാര്യങ്ങളിൽ മിതത്വമുണ്ട് എങ്കിൽ അത് ജുസുഅം മിൻ 25 ജുസുഅം മിൻ നുബുവ,
പ്രവാചകത്വത്തിന്റെ 25 ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു ഭാഗമാണ് എന്നാണ്. നമുക്ക് ഇറങ്ങിയ പ്രവാചകന്മാരുടെ ക്വാളിറ്റിയിൽ പെട്ടതാണ്. ആ ക്വാളിറ്റി സഹോദരങ്ങളെ ആർജിച്ചെടുക്കാൻ നമ്മൾ സാധിക്കണം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മിതത്വം ഉണ്ടായിരിക്കണം. നമ്മൾ നേരായ മാർഗത്തിലായിരിക്കണം സഞ്ചരിക്കേണ്ടത്. ആളുകളോടുള്ള പെരുമാറ്റത്തിൽ അത് ഏറ്റവും നല്ല രീതിയിലുള്ള ഏറ്റവും നല്ല പെരുമാറ്റമായിരിക്കണം. അത് പ്രവാചകന്മാരുടെ ക്വാളിറ്റിയാണ്. 25 ഭാഗങ്ങളിൽ ഒരു ഭാഗമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു നൽകാൻ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, ഇന്നൽ മുഅ്മിനു ലയുദ്രികു ബിഹുസ്നി ഖുൽഖിഹി ദറജതസ് സാഇമിൽ ഖായിം. നമ്മുടെ സ്വഭാവം അത് നമ്മൾ നന്നാക്കുമ്പോൾ, ആളുകളോടുള്ള നമ്മുടെ പെരുമാറ്റം അത് ഭംഗിയാക്കുമ്പോൾ, ഒരു മുഅ്മിൻ അവൻ ഏത് ദറജയിലേക്ക് എത്തും? എന്നെന്നും നോമ്പനുഷ്ഠിക്കുന്ന എല്ലാ അസ്സാഇമൽ ഖായിം എന്നാണ് പറഞ്ഞത്. എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കുന്ന, എല്ലാ സുന്നത്ത് നോമ്പുകളും നോൽക്കുന്ന നോമ്പുകാരന് സമാനമായി മാറും. രാത്രി നിന്ന് നമസ്കരിക്കുന്ന, രാത്രിയുടെ ഇരുളിൽ ആരും കാണാത്ത സമയത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ ദറജ എത്ര മാത്രമാണ്. ആ ഒരു പദവിയിലേക്ക് ഒരു മുഅ്മിനിന് ഉയരാൻ സാധിക്കും. അവൻ ചെയ്യേണ്ടത് ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയാവുക എന്നുള്ളതാണ്. ആളുകളോടുള്ള പെരുമാറ്റത്തിൽ അത് ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കുക എന്നുള്ളതാണ്. പ്രവാചകനോട് ചോദിക്കപ്പെട്ടല്ലോ, മൻ അഹബ്ബ ഇബാദുല്ലാഹി ഇലല്ലാഹി തആല, അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള അടിമകൾ ആരാണ് പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞത് അഹ്സനുഹും അഖ്ലാഖ, ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമയുള്ളവരാണ് അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞല്ലോ, എന്നിലേക്ക് ഏറ്റവും അടുത്തവരും സ്വർഗത്തിൽ എന്നോടൊപ്പം ഇരിക്കുന്നവരും അത് ഹാസിനുക്കും അഖ്ലാഖ, നിങ്ങളിൽ നിന്ന് സ്വഭാവം നന്നാക്കിയ ആളുകളാണ് എന്നാണ്. നമ്മുടെ മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്നത് അത് നമ്മുടെ സൽസ്വഭാവത്തിനാണ് എന്നാണ്. അതോടൊപ്പം തന്നെ നമുക്ക് സ്വർഗം ലഭിക്കുന്ന പ്രവാചകനോട് ഇതേപോലെ തന്നെ ഒരിക്കൽ ചോദിക്കപ്പെട്ടു, അൻ അക്സരി മാ യുദ്ഖിലുൻ നാസ്, ജനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ജന്നത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വിഷയം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, തഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കലും വഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവവുമാണ് എന്നാണ്. അല്ലേ? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, ജമഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്വല്ലാഹ് വഹുസ്നുൽ ഖുൽഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തഖ്വയെയും അതോടൊപ്പം തന്നെ സൽസ്വഭാവത്തെയും ഒരുമിപ്പിച്ചാണ് പറഞ്ഞത് എന്നാണ്. അതിന് കാരണം പറയുന്നുണ്ട്, ലി അന്ന തഖ്വ, തീർച്ചയായും അല്ലാഹുവിലുള്ള തഖ്വ, യുസ്ലിഹു, അത് നന്നാക്കുന്നുണ്ട്, മാ ബൈനൽ അബ്ദി വ ബൈന റബ്ബിഹി, അല്ലാഹുവും അവന്റെ റബ്ബുമായുള്ള വിഷയങ്ങൾ അത് നന്നാക്കുന്നതാണ് തഖ്വ എന്നുണ്ട് എങ്കിൽ, വഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവം എന്നുള്ളത് അതിന്റെ പ്രത്യേകത, യുസ്ലിഹു മാ ബൈനിഹി വ ബൈന ഖൽഖിഹി, അടിമകൾ തമ്മിലുള്ള, ഒരു മനുഷ്യനും അല്ലാഹുവിന്റെ അടിമകളും തമ്മിലുള്ള വിഷയം ഏറ്റവും നന്നാക്കുന്നത്, ഏറ്റവും നല്ല രീതിയിലാക്കുന്നത് അത് ആ നിലക്കുള്ള സൽസ്വഭാവമാണ് എന്ന് പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, അതോ ഇന്ന തഖ്വ തൂജിബു മഹബ്ബത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ഇഷ്ടം തഖ്വയുള്ള ആളുകൾക്ക് നിർബന്ധമാകുന്നത് പോലെ, വഹുസ്നുൽ ഖുൽഖ് യദഉ ഇലാ മഹബ്ബത്തിഹി, ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവം എന്നുള്ളത് മനുഷ്യരെ അവർ ആളുകൾക്ക് ഇഷ്ടത്തിലേക്ക്, മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്നതിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് മദാരിജുസ് സാലിഖീൻ എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വളരെ വിശാലമായി സൽസ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഹുസ്നുൽ ഖുൽഖ് യഖൂമു അലാ അർബഅത്തി അർകാൻ, 4 റുക്നുകളിലാണ് ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവം നിലനിൽക്കുന്നത്. ആ 4 കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളാണ്. അസ്സബ്ർ, 1 ക്ഷമയാണ്, വൽ ഇഫ്ഫ, 2 ആത്മവിശുദ്ധിയാണ്, വശജാഅ, 3ാമത്തെ വിഷയം ധൈര്യമാണ്, വൽ അദ്ൽ, നീതിബോധമാണ്. ധീരതയും നീതിയും ആത്മവിശുദ്ധിയും
ക്ഷമയുമാണ് നമ്മുടെ സ്വബറിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഹുസ്നുൽ ഖുൽഖിന്റെ അർക്കാനുകൾ എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് നമ്മളെ പഠിപ്പിച്ചു നൽകുകയാണ്. അല്ലേ? ക്ഷമയെക്കുറിച്ച് നിരന്തരം ഖുതുബകളിലൂടെ, വഅലുകളിലൂടെ, വിജ്ഞാന വേദികളിലൂടെ, ഖുർആൻ ക്ലാസുകളിലൂടെ നമ്മൾ കേൾക്കാറുണ്ട്. വല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമ കൈക്കൊള്ളുന്നവരെ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ ക്ഷമ കൈക്കൊള്ളണേ. ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമ ഉള്ളവരുടെ കൂടെയാണ് എന്ന് പല വേദി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നമസ് സബ്റു ഇൻദ സദ്മത്തിൽ ഊലാ. ക്ഷമ കൈക്കൊള്ളേണ്ടത് ആദ്യഘട്ടത്തിലാണ്. ഇത്തരത്തിൽ ക്ഷമയെക്കുറിച്ച് അനവധി ഘട്ടങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് എങ്കിൽ പോലും നമുക്കത് ഉപകരിക്കാറുണ്ടോ? അല്ലെ? നമ്മൾ ക്ഷമ കൈക്കൊള്ളാറുണ്ടോ? നമ്മുടെ അവസ്ഥ, ഞാനും നിങ്ങളുടെയും അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ ക്ഷമിച്ച് നൽകിയിട്ടുണ്ടോ? അല്ലെ? നമ്മൾ ഊഴം കാത്ത്, നമ്മൾ എണ്ണി വെച്ച് പകരം ചോദിച്ചിട്ടില്ലേ? അല്ലെ? ഒരു വേൾഡ് കപ്പ് സീസൺ, ഫുട്ബോളിന്റെ വേൾഡ് കപ്പ് കഴിഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ എത്രമാത്രം അപഹസിച്ചിട്ടുണ്ട്. നമ്മുടെ ടീം തോറ്റപ്പോ അവർ കളിയാക്കി, നമ്മളെ അപഹസിച്ചു. നമ്മളത് വളരെ കൃത്യമായി നോട്ട് ചെയ്തു. അതിനു വേണ്ടി ക്ഷമിച്ചു. എന്തിനാ ക്ഷമിച്ചത്? അവരുടെ ടീം തോക്കട്ടെ. അത് തോക്കുന്ന സമയം വരെ നമ്മൾ കാത്തു നിന്നു. അവരെ നമ്മൾ ഏതൊക്കെ വേദിയിൽ അവരെ ലഭിക്കുന്നുവോ അവരെ നമ്മൾ മോശക്കാരാക്കി. സോഷ്യൽ മീഡിയകളിലൂടെ, ഗ്രൂപ്പുകളിൽ, കവലകളിൽ, പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ എവിടെ വെച്ച് അവരെ കണ്ടാലും കളിയാക്കുന്ന, അവരെ മോശക്കാരാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ മാറിപ്പോയി. നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. നമ്മൾ ക്ഷമ കൈക്കൊള്ളേണ്ട സമയങ്ങളിൽ, വിശ്വാസിയായി നിലകൊള്ളേണ്ട സമയങ്ങളിൽ ആ നിലക്ക് നമ്മൾ വിശ്വാസിയായി മാറാറുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. പ്രത്യേകിച്ച് ഈ ഒരു ഫുട്ബോൾ കാലഘട്ടങ്ങളിൽ എന്തായിരുന്നു നമ്മുടെ നിലപാട്? നമ്മൾ ആ ഒരു വേള മരണപ്പെട്ടാൽ എത്ര ആളുകളോടുള്ള ബാധ്യതകളിൽ, അവരോടുള്ള വിഷയങ്ങളിൽ ബാക്കി വെച്ചിട്ടാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? സഹോദരങ്ങളെ, ഏതെങ്കിലും നിലക്ക് നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ മുറിപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ, നമ്മൾ അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, അവരെ അപമാനിച്ചിട്ടുണ്ട് എങ്കിൽ അവരോട് നമ്മൾ മാപ്പ് ചോദിക്കണം. അല്ലാഹുവിലേക്ക് മടങ്ങണം. നമ്മൾ തൗബ ചെയ്ത് മടങ്ങണം. വളരെ വലിയ വിഷയമാണ്. നമ്മൾ യാതൊരു പരിഗണനയും നൽകാതെ വെച്ച വിഷയമാണ്. സഹോദരങ്ങളെ, ഈ ഒരു ഘട്ടത്തിൽ അത്തരത്തിൽ ഇനിയും എന്തെങ്കിലും ബാക്കിയുണ്ട് എങ്കിൽ അത് ഊഴം കാത്തു നിന്ന് അവർക്കെതിരെ സംസാരിക്കാനല്ല നമ്മൾ മുന്നോട്ട് വരേണ്ടത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം കഅബയെ നോക്കിക്കൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്, മാ അഅ്ലമകി വഅഅ്ലമ ഹുർമതിക. നിന്റെ എത്രമാത്രം മഹത്തരമാണ് കഅബാനി, നിന്റെ പവിത്രത എത്രമാത്രം മഹത്തരമാണ്. വൽ മുഅ്മിനു അഅ്ലമു ഹുർമതിന ഇൻദല്ലാഹി മിൻകി. എന്നാൽ ഒരു മുസ്ലിമിന്റെ ഹുർമത്ത്, അവന്റെ പവിത്രത നിന്നേക്കാളുണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ എന്നുള്ളതാണ്. ഒരു വിശ്വാസിയുടെ അഭിമാനത്തിന് വലിയ വില ഇസ്ലാം നൽകുന്നുണ്ട്. ഒരിക്കലും നമ്മൾ അത് മോശം വരുത്തുന്ന ഒരവസ്ഥയിലേക്ക് പോകരുത് എന്നാണ് സഹോദരങ്ങളെ സൂചിപ്പിക്കാറുള്ളത്. പലപ്പോഴും ഇത്തരം ഘട്ടങ്ങളിൽ വരുമ്പോൾ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ക്ഷമ കൈക്കൊള്ളാറില്ല, നമ്മൾ ആത്മവിശുദ്ധി കൈക്കൊള്ളാറില്ല, നീതിപൂർവകമായി നമ്മൾ പ്രവർത്തിക്കാറുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ലഭിക്കുന്ന ഏതു വിധത്തിലുള്ള ഫോർവേഡ് മെസ്സേജുകളും അത് ഒരു തരത്തിലും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാതെ, അതിന്റെ ഫാക്ട് ചെക്ക് നടത്താതെ നമ്മൾ അങ്ങനെ അടിച്ചിറക്കാൻ, നമ്മൾ അത് ഒരു മനുഷ്യരിൽ നിന്ന് മറ്റൊരു മനുഷ്യരിലേക്ക് അവരെ എത്രമാത്രം മോശപ്പെടുത്തുന്ന വിഷയമായിരുന്നാൽ പോലും അതിനൊന്നും കൃത്യതപ്പെടുത്താതെ നമ്മൾ ആ നിലക്കത് ഫോർവേഡ് ചെയ്യുകയും അവരെ അപഹസിക്കുകയും ചെയ്യുന്ന ഒരു രീതി പ്രത്യേകിച്ച് ഇലക്ഷൻ കാലഘട്ടങ്ങളിൽ നടക്കാറുണ്ട്. രാഷ്ട്രീയ വിഷയത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു മുസ്ലിമായി നിലനിൽക്കാത്തത്? ആ വിഷയങ്ങളിൽ വളരെ കൃത്യമായ നിലപാട് ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കണം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാലഘട്ടമാണ്. അവന്റെ സൽസ്വഭാവം എന്നുള്ളത് അവന്റെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിലും പ്രതിഫലിക്കേണ്ട വിഷയമാണ്. അവൻ നൽകുന്ന ഓരോ കമന്റുകളും ഏതെങ്കിലും ഒരു വിഷയത്തിൽ വരുന്നു. ഇനി ഒരാൾ ഒരു വിശ്വാസിയെ, മുസ്ലിമിനെ
ഇസ്ലാമിനെ അപഹസിക്കുന്ന രീതിയിൽ പെരുമാറിയാൽ നമ്മുടെ കമന്റുകൾ അത് വളരെ സംശുദ്ധമായിരിക്കണം, ഇസ്ലാം പഠിപ്പിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ അതിന് പ്രതികരിക്കേണ്ടത്. ഇല്ലെങ്കിൽ മോശം പറയാനോ അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കാത്ത വിഷയങ്ങൾ പറയാനോ അല്ലെ അതിന്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നത് മുസ്ലിം സമൂഹമാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇടപെടുമ്പോൾ, നമ്മൾ ഷെയറുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ഷെയറുകൾ 1000 ആളുകളിലേക്ക് പകർന്നെത്തുന്നതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തിന്റെ ഇടപെടലുകൾ സൂക്ഷിക്കുന്നത് പോലെ സോഷ്യൽ മീഡിയയിലുള്ള ഇടപെടലുകൾ അത് ഏതൊരു ഘട്ടത്തിലായിരുന്നാലും, ഈ ഒരു ഫുട്ബോൾ കാലഘട്ടത്തിലായിരുന്നാലും, ഇനി ഒരു ഇലക്ഷൻ കാലഘട്ടത്തിലായിരുന്നാലും, മറ്റേത് ഘട്ടത്തിലായിരുന്നാലും വളരെ മാന്യമായിരിക്കാൻ വിശ്വാസികളെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഏതൊരു ഘട്ടത്തിലും നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിലായിരുന്നാൽ പോലും സൽ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റഹ്മാനായ റബ്ബിനെ സൂക്ഷിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണേ എന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരോടും ശിഷ്യ എന്നോടും ഉപദേശിക്കുകയാണ്. ഒരു മുസ്ലിം അവൻ സൽസ്വഭാവിയായിരിക്കണം, അത് ഒരു വിശ്വാസിയുടെ മുഖമുദ്രയായിരിക്കണം എന്നതാണ് ആദ്യ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹിയുടെ മദാരിജുസ് സാലിക്കീൻ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഹുസ്നുൽ ഖുൽഖിന്റെ അർക്കാനുകളായി 4 വിഷയം പറയുകയും അതിനുശേഷം ജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ അത് ഏത് വിധേനയാണ് പ്രകടമാവുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. 3 വിഷയങ്ങളാണ് അദ്ദേഹം നമ്മൾക്ക് പറഞ്ഞു നൽകുന്നത്. ഹുസ്നുൽ ഖുൽഖ് എന്നാൽ സൽസ്വഭാവം എന്നാൽ ബദലുൽ മഅറൂഫ്, അത് ജനങ്ങൾക്ക് നന്മ ചെയ്യലാണ്. വഖഫുൽ അദാ, ആളുകൾക്ക് പ്രയാസമുണ്ടാക്കാതിരിക്കലാണ്. വതലാഖത്തുൽ വജ്ഹ്, മുഖപ്രസന്നതയോടുകൂടി ആളുകളോട് പെരുമാറലാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ഓരോ വിഷയവും വിശദീകരിക്കേണ്ട വിഷയമാണ്. ബദലുൽ മഅറൂഫ്, ജനങ്ങളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ച കാര്യമാണ്. അഹ്സിനു, നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറണേ, ഇടപെടണേ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹ്സിനീങ്ങളെ, നന്മ പ്രവർത്തിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ച വിഷയമാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ച വിഷയമാണ്. എന്ത്? നീതിപൂർവം പ്രവർത്തിക്കാൻ, ഇഹ്സാനോടുകൂടി നന്മയോടുകൂടി പ്രവർത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൽപ്പിച്ചിട്ടുള്ള വിഷയമാണ്. നന്മ പ്രവർത്തിക്കുക എന്നുള്ളത് കേവലം പണം കൊടുക്കുക എന്നത് മാത്രമല്ല, അറിവ് പകർന്നു നൽകൽ ഒരു നന്മയാണ്. ആളുകൾക്ക് നന്മ ചെയ്യലാണ്, ഒരു വഴി കാണിച്ചു കൊടുക്കൽ, ജനാസയെ അനുഗമിക്കൽ, പ്രയാസം അനുഭവിക്കുന്ന രോഗികളെ സന്ദർശിക്കൽ, ഇതെല്ലാം നന്മയുടെ ഭാഗത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാൻ നമ്മൾ മുന്നിട്ടിറങ്ങേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയല്ലോ, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. ആരെങ്കിലും തന്റെ സഹോദരനെ സഹായിക്കുകയാണ് എങ്കിൽ സഹായിക്കുന്ന കാലമത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സഹായിക്കും എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു വിഷയം, നമ്മുടെ സഹോദരങ്ങളുടെ വിഷയം, പ്രയാസം അനുഭവിക്കുന്നവരുടെ വിഷയം നമ്മുടെ മുന്നിലേക്ക് വന്നാൽ നമ്മൾ മുന്നിൽ നിന്നുകൊണ്ട് അവരെ സഹായിക്കേണ്ടതാണ്. ആ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം അത്രയും നമ്മൾ അവനോടൊപ്പം നിൽക്കുമ്പോൾ നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. രണ്ടാമത്തെ വിഷയം കഫുൽ അദാ, നമ്മൾ ആരെയും ഉപദ്രവിക്കാതിരിക്കൽ. വിശിഷ്യ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് പറയുമ്പോൾ നമ്മൾ ആരെയും ഉപദ്രവിക്കാറില്ലല്ലോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ വീടകങ്ങളിലുള്ള പെരുമാറ്റം എങ്ങനെയാണ് എന്ന് നമ്മൾ
ഒന്ന് ആലോചിച്ചു നോക്കണം. പ്രവാചകൻ നമ്മൾക്ക് പഠിപ്പിച്ചു നൽകിയല്ലോ, ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലി, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ നിങ്ങളുടെ വീടകങ്ങളിലുള്ള ആളുകളോട്, നിങ്ങളുടെ വീട്ടിലുള്ളവരോട് നന്മ പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക, നമ്മുടെ ഭാര്യമാരോടുള്ള പെരുമാറ്റം എത്രമാത്രം ആണ്, നമ്മുടെ ഉമ്മയോടുള്ള പെരുമാറ്റം, നമ്മുടെ വാപ്പയോടുള്ള പെരുമാറ്റം അല്ലെ. പറയാൻ നമുക്ക് 100 ന്യായങ്ങൾ ഉണ്ടാകും. അവർക്ക് എന്നെ അറിയാം. ഞാനൊരു ദേഷ്യം വരുമ്പോ പെട്ടെന്ന് പ്രതികരിക്കും. പുറത്താണെങ്കിൽ നമ്മൾ അത്രമാത്രം പ്രതികരിക്കൂല. പക്ഷെ നമ്മുടെ വീടകങ്ങളിലാണ് എങ്കിൽ എത്രമാത്രം മോശമായാണ് നമ്മൾ പെരുമാറുക. സഹോദരങ്ങളെ, വളരെ വലിയ വിഷയമാണ്. നമുക്ക് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്, സൽസ്വഭാവിയാണ് എന്ന് പറയേണ്ടത് അത് നമ്മുടെ ഭാര്യയാണ്, നമ്മുടെ ഉമ്മയാണ്, നമ്മുടെ ഉപ്പയാണ്, നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരാണ്. പുറത്ത് നടക്കുമ്പോൾ നല്ല മനുഷ്യൻ, വീടകങ്ങളിൽ മോശമാണ് എങ്കിൽ സഹോദരങ്ങളെ അത് മാറേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, പ്രവാചകൻ വീട്ടിൽ ഞങ്ങളെ സഹായിക്കും, ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നൽകും, നമസ്കാരത്തിന്റെ സമയമായാൽ അദ്ദേഹം പള്ളിയിലേക്ക് പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വാപ്പയോടുള്ള വിഷയങ്ങളിൽ, നമ്മുടെ ഉമ്മയോടുള്ള വിഷയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ, അല്ലാഹു വിധിച്ച വിഷയമാണ്. അല്ലാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞതിനോടൊപ്പം പറഞ്ഞ വിഷയമാണ് നമ്മുടെ മാതാപിതാക്കളോട് നന്മ പ്രവർത്തിക്കണം എന്നുള്ള വിഷയം. സഹോദരങ്ങളെ, വളരെ വലിയ ഗൗരവം ആ വിഷയത്തിലുണ്ട് എന്നാണ്. നമ്മൾ ഏറ്റവും മോശമായി പലപ്പോഴും പെരുമാറാറ് നമ്മുടെ ഉമ്മയോടാണ്. എന്ത് വിഷയം വന്നാലും തർക്കിക്കൽ നമ്മളോട് ഉമ്മമാരോടാണ്. സഹോദരങ്ങളെ, നമ്മൾ അതിന് വലിയൊരു ഗൗരവം നൽകണം. ഏറ്റവും മാന്യമായി പെരുമാറേണ്ടത് മറ്റുള്ളവരോടെന്ന പോലെ തന്നെ നമ്മുടെ ഉപ്പയോട്, നമ്മുടെ ഉമ്മയോട് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കണം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിധിച്ച വിഷയമാണ് എന്ന് സഹോദരങ്ങളെ നാം ഉൾക്കൊള്ളണം. അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല പ്രസന്നവദനായി നമ്മൾ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു നൽകിയല്ലോ, തബസ്സുമുക ഫീ വജ്ഹി അഖീക സ്വദഖ, നിങ്ങളുടെ ഒരു സഹോദരന്റെ മുമ്പിൽ പുഞ്ചിരിയോടുകൂടി നിൽക്കുന്നത് വരെ സ്വദഖയാണ് എന്ന് പഠിപ്പിച്ച ഒരു മതത്തിന്റെ അനുയായികളാണ് നാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞ 3 വിഷയങ്ങളും ആളുകൾക്ക് നന്മ ചെയ്യുന്ന വിഷയങ്ങളിൽ, നമ്മളാൽ ഒരു പ്രയാസമുണ്ടാകാത്ത വിഷയങ്ങളിൽ ആളുകളെ പ്രസന്നവദനായി പുഞ്ചിരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് വരുന്ന വിഷയങ്ങളിൽ ഇത് 3ഉം പൂർണ്ണമാകുമ്പോഴാണ് നമ്മുടെ സ്വഭാവം ഏറ്റവും മഹോന്നതിയിലെത്തുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുന്നതും സ്വർഗ്ഗത്തിന്റെ ഏറ്റവും ഉന്നതമായ പദവിയിൽ ഒരു വീട് നമുക്ക് നൽകുന്നതും എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ സ്വർഗ്ഗ നരകത്തെ വിധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും നല്ല സ്വഭാവത്തിൽ നമ്മൾ ആളുകളോട് പെരുമാറണം. അതിന് നമ്മൾ കൃത്യമായ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ദേഷ്യം വന്നാൽ അത് അടക്കി പിടിക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ പ്രത്യേകം ട്രെയിൻ ചെയ്യണം. അതിനു വേണ്ടി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇടണം, എനിക്ക് ഏറ്റവും നല്ല ഹുസ്നുൽ ഖുലുഖുള്ള നല്ല സ്വഭാവത്തിന്റെ ഉടമയായി മാറണം എന്നുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് കടന്നു വരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കതിന് മാതൃകയാണ്. അത്തരത്തിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ മാതൃകകളായി നമ്മുടെ വീടകങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിലും വലിയ മാതൃകകളായി മഹത്വമേറിയ സ്വഭാവത്തിനുടമയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് പ്രയാസം അനുഭവിക്കുന്ന, നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم انصر من نصر دين محمد صلى الله عليه وسلم. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اصرف عنا عذاب جهنم ان عذابها كان غراما. ربنا تقبل منا انك انت التواب الرحيم. ان الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون. وأقم الصلاة.